സാങ്കേതിക വിദ്യാരംഗത്ത് ആഗോള ഭീമനായ മൈക്രോസോഫ്റ്റ് തങ്ങളുടെ അമേരിക്കൻ ജീവനക്കാർക്കായി ചരിത്രത്തിലാദ്യമായി വോളണ്ടിയർ റിട്ടയർമെന്റ് പദ്ധതി പ്രഖ്യാപിച്ചു. ആകെ ജീവനക്കാരുടെ 7% വരുന്ന ആളുകൾക്കാണ് ഈ ആനുകൂല്യം ലഭ്യമാക്കുക. കമ്പനിയുടെ 51 വർഷത്തെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് പിരിച്ചുവിടലിന് പകരം ജീവനക്കാർക്ക് സ്വയം തീരുമാനമെടുക്കാൻ കഴിയുന്ന ഇത്തരമൊരു പാക്കേജ് അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ 6 മാസത്തിനിടെ മൈക്രോസോഫ്റ്റിന്റെ ഓഹരി വിലയിൽ 25 മുതൽ 30% വരെ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. കൂടാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കമ്പനി വൻതോതിൽ പണം ചെലവഴിക്കുന്നത് ലാഭവിഹിതത്തെ ബാധിക്കുന്നു. ഈ സാഹചര്യത്തിൽ ചെലവ് കുറയ്ക്കുന്നതിനായി ജീവനക്കാരെ നിർബന്ധമായും പിരിച്ചുവിടുന്നതിന് പകരം മാന്യമായ ആനുകൂല്യങ്ങൾ നൽകി ഒഴിവാക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതി പ്രകാരം വിരമിക്കാൻ ജീവനക്കാർ താഴെ പറയുന്ന 3 നിബന്ധനകൾ പാലിക്കണം. ജീവനക്കാരന്റെ പ്രായം കമ്പനിയുടെ സേവന കാലയളവും കൂട്ടിയാൽ 70 അതിലധികമോ ആയിരിക്കണം. സീനിയർ ഡയറക്ടർ ലെവലോ അതിൽ താഴെയോ ഉള്ളവർക്ക് മാത്രമേ ഈ ആനുകൂല്യം ലഭിക്കൂ. വൈസ് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് ഇതിന് അർഹതയില്ല. സെയിൽസ് ഇൻസെന്റീവ് പ്ലാനിന്റെ ഭാഗമായിട്ടുള്ളവർക്ക് ഈ പദ്ധതിയിൽ ചേരാനാകില്ല. വിരമിക്കുന്നവർക്ക് ആകർഷകമായ സാമ്പത്തിക സഹായവും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയും കമ്പനി വാഗ്ദാനം ചെയ്യുന്നു. വിരമിച്ച ശേഷം മറ്റ് കമ്പനികളിൽ ജോലി ചെയ്യുന്നതിന് യാതൊരു നിയന്ത്രണവും ഉണ്ടായിരിക്കില്ല എന്നത് പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥർക്ക് വലിയ നേട്ടമാണ്. മെയ് 7-ന് അർഹരായ ജീവനക്കാർക്ക് കമ്പനി അറിയിപ്പ് നൽകും. തുടർന്ന് തീരുമാനമെടുക്കാൻ 30 ദിവസത്തെ സമയമാണ് അനുവദിച്ചിരിക്കുന്നത്. ജൂലൈയിൽ ആരംഭിക്കുന്ന പുതിയ സാമ്പത്തിക വർഷത്തിന് മുന്നോടിയായി കമ്പനിയുടെ ചെലവ് ക്രമീകരിക്കുകയാണ് ലക്ഷ്യം.